വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് 2 ഓഗസ്റ്റ് 2023 നടന്ന SSC CHSL എക്സാമിൻ്റെ ഷിഫ്റ്റ് 4 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൻ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വൺ വേർഡാണ് നമുക്ക് ചൂസ് ചെയ്തെടുക്കേണ്ടത്. ഡിസ്പൈറ്റ് ബീയിങ് ഹിസ് കോമ്പറ്റീറ്റർ, ജോൺ വാസ് generous and forgiving in defeat and congratulated his opponent on his well-deserved victory. അപ്പോൾ ജെൻറസ് ആൻഡ് ഫോർഗിവിങ് എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉദാരമതിയായ ഒരാൾ എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഇതിൽ ആൾട്രുയിസ്റ്റിക് പേഴ്സൺ എന്ന് പറയുകയാണെങ്കിൽ അവനാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും കൂടി ബാക്കിയുള്ളവർക്ക് നല്ലത് വരണം എന്ന് വിചാരിക്കണം. എന്ന് വെച്ചാൽ അവനവൻ്റെ ലൈഫിന് റിസ്ക് വന്നാലും കൂടി ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് ആവണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആൾട്രുയിസ്റ്റിക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫെയിൻറ്റ് ഹാർട്ടഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ടിമിഡ് ആയിട്ടുള്ള ഭീരുവായിട്ടുള്ള ആളിനെയാണ് നമ്മൾ ഫെയിൻറ്റ് ഹാർട്ടഡ് എന്ന് പറയുന്നത്. വെനമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് ആണ്. അതുകൊണ്ട് തന്നെ ഇതിലേറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. മാഗ്നാനിമസ് ആണ് വരേണ്ടത്. മാഗ്നാനിമസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഹ്യൂജ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ജെൻറസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വലിയ മനസ്സുള്ള ആൾ എന്നുള്ളതല്ലേ വരുന്നത്. അപ്പോൾ മാഗ്നാനിമസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വൺ വേർഡാണ് നമുക്ക് ചൂസ് ചെയ്തെടുക്കേണ്ടത്. എ പേഴ്സൺ ഹൂ ഹാസ് ഫീച്ചേഴ്സ് ഓഫ് എക്സ്ട്രോവേർട്ട് ആൻഡ് ഇൻട്രോവേർട്ട്. അപ്പോൾ ചില സമയത്ത് എക്സ്ട്രോവേർട്ടും ചില സമയത്ത് ഇൻട്രോവേർട്ടും അങ്ങനെ പെരുമാറുന്ന ആളിനാണ്. അപ്പോൾ ഈ ബോത്ത് എന്ന് പറഞ്ഞതിന് നമ്മൾ ആംബി എന്നുള്ളതാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ്ട്രോവേർട്ടിൻ്റെയും ഇൻട്രോവേർട്ടിൻ്റെയും ഇടയിലുള്ള ആൾ അങ്ങനെയുള്ളത് വരുമ്പോൾ ആംബിവേർട്ടാണ് നമ്മുടെ ആൻസർ വരുന്നത്. ആംബിഗ്വസിൻ്റെ മീനിങ് അൺക്ലിയർ എന്നുള്ളതാണ് വരുന്നത്. ഡ്യുവൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഡ്യുവൽ പേഴ്സണാലിറ്റിയൊക്കെ പോലെ രണ്ടും എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. സ്റ്റോയിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹൂ ഈസ് ഇൻഡിഫറൻറ്റ് ടു പെയിൻ ആൻഡ് പ്ലഷർ എന്നുള്ളതാണ് മീനിങ് വരുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര ഇമോഷണൽ അല്ലാണ്ട് എല്ലാ കാര്യത്തിലും ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആളിനെയാണ് നമ്മൾ സ്റ്റോയിക് പേഴ്സൺ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയൊരു വൺ വേർഡാണ് നമുക്ക് ചൂസ് ചെയ്തെടുക്കേണ്ടത്. സംതിങ് വിച്ച് കനോട്ട് ബി ഈസിലി കോൺകേർഡ്. അപ്പോൾ നമുക്ക് കീഴടക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ് നമുക്ക് വേർഡ് മീനിങ് വരുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇൻവിൻസിബിൾ ആണ് വരുന്നത്. ഫ്രൈറ്റനിങ് എന്ന് പറയുമ്പോൾ ഭയപ്പെടുത്തുന്നത് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. റെസിപ്രോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള തന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് തിരിച്ചു കിട്ടണം. അതിനാണ് നമ്മൾ സാധാരണ റെസിപ്രോക്കൽ പറയുന്നത്. സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ ദൃഢമായിട്ടെന്നുള്ളതാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഭഗത് സിംഗ് വാസ് എ യങ് ഫയർബ്രാൻഡ് whose militant activism and revolutionary fervor made him a symbol of resistance against the British Raj. അപ്പോൾ റെവല്യൂഷണറി എന്ന് പറയുമ്പോൾ വിപ്ലവകാരി എന്നുള്ളതാണ് വരുന്നത്. അതിൽ ഫെർവർ എന്നുള്ള വേർഡിൻ്റെ മീനിങ് വരുന്നത് തീക്ഷ്ണമായത് എന്നുള്ളതാണ്. അപ്പോൾ റെവല്യൂഷണറി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എക്സ്ട്രീം എന്നുള്ളതല്ലേ മീനിങ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വയലൻറ്റ്, റാഡിക്കൽ, അൾട്രാ ഇതെല്ലാം എക്സ്ട്രീം ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് മോഡറേറ്റ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, select the most appropriate synonym of the bracketed word in the following sentence to fill in the blank. അപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്തൊരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള വേർഡിന് സിമിലർ ആയിട്ടുള്ള വേർഡാണ് നമുക്ക് ഇരുന്ന് ചൂസ് ചെയ്തെടുക്കേണ്ടത്. The security cameras can automatically rotate to monitor the entire hallway. അപ്പോൾ ക്യാമറയ്ക്ക് ഓട്ടോമാറ്റിക്കലി തിരിയാം അല്ലെങ്കിൽ കറങ്ങാം എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ വേർഡ്സ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാതും ഒരുപോലെ ഉണ്ടെങ്കിലും അതിൻ്റെ വേർഡ് മീനിങ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ തിരിയുക അല്ലെങ്കിൽ കറങ്ങുക എന്നുള്ളതിൻ്റെ സിമിലർ മീനിങ് ആണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, റിവോൾവ് ആണ്. ഇവോൾവ് എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തുനിന്ന് വേറൊന്ന് ഉണ്ടാവുക എന്നുള്ളതിനെയാണല്ലോ നമ്മൾ ഇവോൾവ് പറയുന്നത്. റിസോൾവ് എന്ന് പറയുമ്പോൾ പ്രശ്നം തീർക്കുക, അതിനെയാണ് നമ്മൾ റിസോൾവ് പറയുന്നത്. ഡിവോൾവ് എന്ന് പറയുന്നത് ഒരു കടമ മറ്റൊരാളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആകെ സിമിലർ ആയിട്ടുള്ള വേർഡ് വരുന്നത് റിവോൾവ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് 4 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അത് നമുക്ക് ജംബിൾ ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. അതൊന്ന് കറക്റ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് വെച്ച് നോക്കുമ്പോൾ
എ ഓപ്ഷൻ ആസ് സം 71% ഓഫ് എർത്ത് സർഫസ് ഇസ് കവേർഡ് ബൈ സോൾട്ട് വാട്ടർ ഓഷ്യൻസ് ആൻഡ് കൊടുത്തിട്ടുള്ള സ്ഥിതിക്ക് ഇനി ബാക്കി വാട്ടർ ബോഡീസിനെ പറ്റിയായിരിക്കും പറയുന്നത്. അപ്പോൾ സി ഓപ്ഷൻ നോക്കുമ്പോൾ ദ കോണ്ടിനെൻറ്റ്സ് ദെംസെൽസ് പൊസസ് ലേക്സ് റിവേഴ്സ് ആൻഡ് ഇൻ സം കേസസ് സീസ്. അപ്പോൾ എയും സിയും അടുത്തടുത്തായിട്ട് വരണം. അങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻസ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എ ഓപ്ഷൻ നമ്മുടെ കറക്റ്റാണ്. ഇനി ബിയും ഡിയുമാണ് ഓർഡറിലായിട്ട് വന്നിരിക്കുന്നത്. ഇനി അതും കറക്റ്റാണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴും അത് കറക്റ്റാണ്. ഇനി എ സി ബി ഡി ആണ് നമ്മുടെ അപ്പോൾ ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർട്സ് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഹാവ് ബീൻ ഗിവൺ ആസ് ഓപ്ഷൻസ്. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ആൻ എറർ. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിലേത് പാർട്ടിലാണ് എറർ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹീ ലിവ്സ് ഇൻ 45 ചർച്ച് സ്ട്രീറ്റ് വിത്ത് ഹിസ് ഫാമിലി. അപ്പോൾ ഇതിൽ എറർ വരുന്നത് എ പാർട്ടിലാണ്, ഇൻ 45 ചർച്ച് സ്ട്രീറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ടൊരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ എറ്റാണ് പറയേണ്ടത്. അപ്പോൾ അവിടെ കറക്റ്റ് വരേണ്ടത് ഹീ ലിവ്സ് എറ്റ് 45 ചർച്ച് സ്ട്രീറ്റ് വിത്ത് ഹിസ് ഫാമിലി ആണ് വരേണ്ടത്. ഇനി എങ്ങാനും അത് സിറ്റി അല്ലെങ്കിൽ കൺട്രി ആണെങ്കിൽ നമ്മൾ ഇന്നായിട്ടാണ് പറയേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ വേർഡ് സ്ക്രൂട്ടിനി ഫ്രം ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ സ്ക്രൂട്ടിനി എന്നുള്ള വേർഡിൻ്റെ ഒരു സിനോണിം നമ്മുടെ ആ സെൻറ്റൻസിലുണ്ട്, അതേതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദ കമ്പനി സ്ട്രാറ്റജിക് പ്ലാൻ ഇൻക്ലൂഡഡ് എ കോംപ്രിഹെൻസീവ് അനാലിസിസ് ഓഫ് മാർക്കറ്റ് ട്രെൻഡ്സ് ആൻഡ് കൺസ്യൂമർ ബിഹേവിയർ. സ്ക്രൂട്ടിനിയുടെ മീനിങ് പറയുമ്പോൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള വേർഡ് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അനാലിസിസ് ആണ്. കോംപ്രിഹെൻസീവ് എന്ന് പറയുമ്പോൾ വ്യാപകമായതെന്നുള്ളതാണ്. ബിഹേവിയർ പെരുമാറ്റമാണ്. ട്രെൻഡ് അപ്പോഴത്തെ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന കാര്യത്തിനാണല്ലോ ട്രെൻഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അനാലിസിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ വേർഡ് കേപ്പബിൾ ഫ്രം ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ കേപ്പബിൾ എന്നുള്ള വേർഡിൻ്റെ സിമിലർ മീനിങ് ആ സെൻറ്റൻസിൽ കൊടുത്തിട്ടുണ്ട്, അതേതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കേപ്പബിളിൻ്റെ മീനിങ് വരുന്നത് കഴിവുള്ളത് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ജയേഷ് വാസ് കോമ്പിറ്റൻറ്റ് ആൻഡ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ക്ലർക്ക് ഇൻ ദ ഇൻ്റർവ്യൂ വെയറാസ് അതേഴ്സ് വർ ഇൻഎഫിഷ്യൻറ്റ് ആൻഡ് ഇറിറ്റേറ്റിംഗ്. അപ്പോൾ കഴിവുള്ളത് എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത് ഓപ്ഷൻ സി ആണ്, കോമ്പിറ്റൻ്റ് ആണ് വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ ഇൻകോമ്പിറ്റൻറ്റ് വരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസസ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ പാസീവ് വോയിസ്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് നമുക്ക് പാസീവ് വോയിസിലേക്കാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. യുവർ മദർ ടീച്ചസ് അസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ യുവർ മദറാണ് സബ്ജക്റ്റായിട്ട് വരുന്നത്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് നമ്മുടെ ഒബ്ജക്റ്റ്, നമ്മുടെ വർക്ക് വരുന്നത് ടീച്ചേഴ്സാണ്. അപ്പോൾ നമ്മൾ പാസീവായിട്ട് മാറ്റുമ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നമ്മുടെ സബ്ജക്റ്റ് ആവും, യുവർ മദർ എന്നുള്ളത് നമ്മുടെ ഒബ്ജക്റ്റ് ആവും. അപ്പോൾ ബൈ യുവർ മദർ എന്നുള്ളത് വരണം. ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ പ്രസൻ്റ് ആണല്ലോ, അതുകൊണ്ട് ഇസ് ടോട്ട് എന്നുള്ളതാവും. നമ്മുടെ ആൻസർ അപ്പോൾ വരേണ്ടത് ഓപ്ഷൻ എ ആണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇസ് ടോട്ട് ടു അസ് ബൈ യുവർ മദർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the following sentence has been split into 4 segments. Identify the segment that contains a grammatical error. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്, അതിൻ്റെ ഏതൊരു പാർട്ടിൽ എറർ ഉണ്ട്, അതെവിടെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹീ സാങ് ബ്യൂട്ടിഫുള്ളി ബട്ട് ദ ജഡ്ജസ് വർ അൺഇംപ്രസ്ഡ് അറ്റ് ദി എൻഡ്. അപ്പോൾ ജഡ്ജസ് ഇംപ്രസ്ഡ് ആയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് പാസ്റ്റ് ഫോമിൽ അല്ലെങ്കിൽ ഇ ഡി ഫോമിലാണ് വരേണ്ടത്. അതുകൊണ്ട് എറർ വരുന്ന പാർട്ട് ഓപ്ഷൻ ബി ആണ്. അവിടെ അൺഇംപ്രസ് അല്ല, അൺഇംപ്രസ്ഡ് അറ്റ് ദ എൻഡ് ആണ് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള വേർഡ് സ്റ്റേഷനറി ആണ്. സ്റ്റേഷനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യാണ്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റേഷനറി പറയുന്നത്. ബാക്കി എല്ലാതും നോക്ക്, ഇമ്മൊബൈൽ, പെർമനൻറ്റ്, സ്റ്റേബിൾ, അതെല്ലാം ഒരു സ്ഥലത്ത് നിൽക്കുന്നതെന്നുള്ളതാണ് മീനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഓപ്ഷൻ എ ആണ്, മൂവിങ് ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിലെ കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വേർഡാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. ദ സിവിൽ എഞ്ചിനീയേഴ്സ് ആർ ട്രൈയിങ് ടു ഡാഷ് ദ ബ്രിഡ്ജ്
യൂസിങ് ദ ന്യൂ ടെക്നോളജി. അപ്പോൾ ഉയർത്തുക എന്നുള്ളതാണ്. എൻജിനീയേഴ്സ് ബ്രിഡ്ജ് ഉയർത്താൻ നോക്കുകയാണ് പുതിയ ടെക്നോളജി വെച്ചിട്ട്. അതാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ വാക്ക് വരുന്നത്. അതിൻ്റെ കറക്റ്റ് വേർഡ് വരുന്നത് ഓപ്ഷൻ എ ആണ്, എലവേറ്റ് ആണ്. അതിൻ്റെ സ്പെല്ലിങ് വരുന്നത് ELEVATE ആണ്. ബാക്കി എല്ലാതും സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഹോമോണിം ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എല്ലാം ഹോമോണിംസ് ആണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആ കോണ്ടെക്സ്റ്റ് വൈസ് ഏതാണ് കറക്റ്റ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമുക്ക് ചൂസ് ചെയ്തെടുക്കേണ്ടത്. മൈ ബർത്ത്ഡേ വിൽ ഡാഷ് ഓൺ എ ഫ്രൈഡേ ദിസ് ഇയർ. അപ്പോൾ അന്ന് നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഫോൾ എന്നുള്ളതാണ് വാക്ക്. എല്ലാതും ഫോൾ തന്നെയാണ്. പക്ഷെ അതിലൊരു വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ഫോൾ എന്ന് പറയുമ്പോൾ ശരിക്കും താഴെ വീഴുക എന്നുള്ള മീനിങ് അല്ലേ, ടു ഗോ ഡൗൺ ഓർ ഓൺ ടു ദ ഗ്രൗണ്ട് സഡൻലി. സെക്കൻഡ് വണ്ണാണ് നമ്മുടെ ആൻസർ വരുന്നത് ഫോൾ ടു കം അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഓർ ഹാപ്പൻ ഇൻ എ പെർട്ടിക്കുലർ പ്ലേസ്. അപ്പോൾ അന്നത്തെ ദിവസം നടക്കുന്നുള്ള ആ ഫോളാണ് അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പിന്നെയുള്ള ഫോൾ വരുന്നത് ഒരു പെർട്ടിക്കുലർ ചേഞ്ച്, ആ കണ്ടീഷനിൽ ഒരു ചേഞ്ച് വരുന്നതിനെയാണ് പിന്നെ ഒരു ഫോൾ വരുന്നത്. പിന്നെ ഡിഫീറ്റ് എന്നുള്ള മീനിങ്ങിനും നമ്മൾ ഫോൾ തന്നെയാണ് യൂസ് ചെയ്യുക. പക്ഷേ ഇവിടെ കോണ്ടെക്സ്റ്റ് വൈസ് കറക്റ്റ് ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇഡിയമിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്ലേഡ് ബൈ ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ഊഹം വെച്ചിട്ട്, അല്ലാതെ നേരത്തെ പ്രാക്ടീസ് ചെയ്യാണ്ട് ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ പ്ലേഡ് ബൈ ഇയർ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പെർഫോം വിത്തൗട്ട് എനി റിഹേഴ്സൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് 4 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അത് ജമ്പിൾ ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. അത് കറക്റ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ഒരു ഇൻട്രോ സെൻറ്റൻസ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓപ്ഷന് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. ബി ഫസ്റ്റ് വരുന്ന ഒരു ഓപ്ഷൻ എടുത്താലും മതി. അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇനി അതിന് പറ്റിയ പെയറാണ് നമ്മൾ ചൂസ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും നമ്മളിപ്പോൾ ഡി ഓപ്ഷൻ എടുത്തു വിചാരിക്കുക. ഹിസ് ഓൺ ഫീവറിഷ് ഡ്രീംസ് ടു വിച്ച് ഹി അപ്ലൈഡ് എ റെയർ ഫാക്കൽറ്റി ഓഫ് ഷേപ്പിംഗ് പ്ലോസിബിൾ ഫാബ്രിക്സ് ഔട്ട് ഓഫ് ഇംപാൽപ്പബിൾ മെറ്റീരിയൽ. ഇംപാൽപ്പബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടാൻ പറ്റാത്ത എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡിയും സിയും ഇതുപോലെ പെയർ ആക്കാൻ പറ്റും. അപ്പോൾ ബി ഫസ്റ്റ് വരുന്നതും പിന്നെ ഡിയും സിയും വരുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇഡിയം ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ ഒരു ബ്ലാങ്ക് തന്നിട്ടുണ്ട്. അതിന് പറ്റിയൊരു ഇഡിയമാണ് നമുക്ക് ഓപ്ഷന് ചൂസ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് വൈസ് ഇതിൽ ഏത് ഓപ്ഷനാണെന്നുള്ളതാണ് നമുക്ക് ചൂസ് ചെയ്തെടുക്കേണ്ടത്. ആഷു ഈസ് എ ഡെഡിക്കേറ്റഡ് ഗൈ ഓൾവേസ് റെഡി ടു ഡാഷ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ഹിസ് കമ്പനി. അപ്പോൾ ആഷു ഒരു ഡെഡിക്കേറ്റഡ് ഗൈ ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ എഫേർട്ട് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളെന്നുള്ളതാണ് അവിടെ മീനിങ് വരേണ്ടത്. അതിൽ ഓപ്ഷൻ എ വരുന്നത് സ്നഗ് ആസ് എ ബഗ് ഇൻ എ റഗ്. അപ്പോൾ ഒരു ബ്ലാങ്കറ്റിനകത്തുള്ള ഒരു ബഗ്ഗിനെ പോലെ. അതിൻ്റെ മീനിങ് വരുന്നത് കംഫർട്ടബിൾ ആയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ലൂസ് ഹിസ് മാർബിൾസ് എന്ന് പറയുമ്പോൾ ക്രേസി പേഴ്സണിനെയാണ് നമ്മൾ ലൂസ് ഹിസ് മാർബിൾസ് പറയുന്നത്. ഇനി റെയിൻ ഓൺ ഹിസ് പരേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിസ്ട്രോയ് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ഗോ ദ എക്സ്ട്രാ മൈലാണ് നമ്മുടെ ആൻസർ വരിക. എന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കാൻ നോക്കുക എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആ സെൻറ്റൻസിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു 1 വേർഡാണ് നമുക്ക് ഓപ്ഷനിൽ ചൂസ് ചെയ്തെടുക്കേണ്ടത്. ദ ഡോക്ടർ ഹു ട്രീറ്റ്സ് ബോൺ പ്രോബ്ലംസ്. ഒബ്സ്റ്റട്രീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹൂ ഡീൽസ് വിത്ത്, ദ ഡോക്ടർ ഹൂ ഡീൽസ് വിത്ത് ചൈൽഡ് ബർത്ത് ആൻഡ് പ്രഗ്നൻസി ആണ് ഒബ്സ്റ്റട്രീഷ്യൻ വരുന്നത്. ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എ ഡോക്ടർ ഹൂ ഡീൽസ് വിത്ത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡോക്ടർ ഹൂ ട്രീറ്റ്സ് പേഷ്യൻസ് വിത്ത് ഫിസിയോതെറാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓർത്തോപീഡിസ്റ്റ്. ഓർത്തോ എന്നുള്ളതാണ് ബോണിൻ്റെ ലാറ്റിൻ വേർഡ്. അതുകൊണ്ട് ഓർത്തോ എന്നുള്ള വരികയാണെങ്കിൽ അത് ബോൺ റിലേറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് സെലക്ട് ഇറ്റ്സ് കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഒരു വേർഡ് നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നുള്ളതാണ് നമുക്ക് ഓപ്ഷനിൽ ചൂസ് ചെയ്യേണ്ടത്. യുവർ ലാക്ക് ഓഫ് നോളേജ് ഓഫ് റീസെൻറ്റ് അഡ്വാൻസസ് ഇൻ ടെക്നോളജി വിൽ ബി എ സിറ്റ് ബാക്ക്
ഫോർ യുവർ ബിസിനസ്. അപ്പോൾ നമ്മുടെ ലാക്ക് ഓഫ് നോളേജ് കാരണം നമ്മുടെ ബിസിനസ്സിന് അതൊരു ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ ഒരു ഡിലേ വരുത്തും എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അതിൽ നോളേജിൻ്റെ മീനിങ് അവിടെ കൊടുത്തിരിക്കണ കറക്റ്റാണ്, ഇവിടെയാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അഡ്വാൻസസും അവിടെ കറക്റ്റാണ്, ബിസിനസ്സും ഇവിടെ കറക്റ്റാണ്, ഇവിടെയാണ് റോങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ബാക്ക് എന്നല്ല, ഡിലേ എന്നുള്ള വാക്കിനെ യൂസ് ചെയ്യണത് സെറ്റ് ബാക്ക് ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സെറ്റ് ബാക്ക് ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസസ് ദ ഗിവൺ സെൻറ്റൻസ് ഇൻ പാസീവ് വോയിസ്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റണം. ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ഇനോഗ്രേറ്റഡ് ദ എക്സിബിഷൻ ഇൻ എ ഗ്രാൻഡ് വേ. അപ്പോൾ ഈ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഗവർണറാണ്, നമ്മുടെ വർക്ക് വരുന്നത് ഇനോഗ്രേറ്റഡ് ആണ്, ഒബ്ജക്റ്റ് വരുന്നത് എക്സിബിഷനാണ്. അപ്പോൾ അത് മാറ്റുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവും. അപ്പോൾ ദി എക്സിബിഷൻ എന്തായാലും ഫസ്റ്റ് വരണം, ദ ഗവർണർ ബൈ ദ ഗവർണർ ആവും. പിന്നെ ഇനോഗ്രേറ്റഡ് ആണ് കൊടുത്തിരിക്കുന്നത്, പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ വാസ് ഇനോഗ്രേറ്റഡ് വരും. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ദ എക്സിബിഷൻ വാസ് ഇനോഗ്രേറ്റഡ് ബൈ ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ഇൻ എ ഗ്രാൻഡ് വേ. അവിടെ ഹാസും ഹാഡ് ബീൻ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ സിമ്പിൾ പാസ്റ്റേ അവിടെ വരാൻ പാടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പാസേജ് ആണ്. ആ പാസേജിൽ കുറേ ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൽ പറ്റിയ ആൻസേഴ്സാണ് നമ്മൾ ചൂസ് ചെയ്തെടുക്കേണ്ടത്. Our school organized a graduation day to award certificates to the students. The graduation day highlights the overall achievements of students. All the students who are being graduated are invited formally with their parents. Students wore their attire according to the dress code given to them by the school administration. High school graduation dash is one of the most awaited and ലാസ്റ്റ് ഇവൻറ്റ് ഓഫ് എനി സ്കൂൾ. അപ്പോൾ ഗ്രാജുവേഷൻ അതൊരു ചടങ്ങാണല്ലോ, അപ്പോൾ ചടങ്ങ് എന്നുള്ള വേർഡാണ് അവിടെ വരേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളതാകുമ്പോൾ ഓപ്ഷൻ ഡി സെറിമണി എന്നുള്ളതാണ് അവിടെ വരിക. ഫെസ്റ്റിവൽ ഉത്സവം ആയതുകൊണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ സംഭവം എന്നുള്ളതാണ്, അതുകൊണ്ട് അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ബിഗാൻ വിത്ത് ഡാഷ് ദ ലാമ്പ് followed by the distribution of certificates in a very systematic way. അപ്പോൾ നമ്മൾ തിരി തെളിയിച്ചുകൊണ്ടാണല്ലോ നമ്മൾ എന്തെങ്കിലും ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ലൈറ്റിംഗ് ദ ലാമ്പാണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് എ ആണ്. സ്പാർക്കിംഗ് അല്ലെങ്കിൽ ഗ്ലിറ്ററിംഗ് ഒന്നും പറയാൻ പറ്റില്ല, ഗ്ലിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ലൈറ്റിംഗ് ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. നെക്സ്റ്റ് വൺ, അവർ പ്രിൻസിപ്പൽ മെയ്ഡ് എ ലോങ് ആൻഡ് ഡാഷ് സ്പീച്ച്. അപ്പോൾ പ്രിൻസിപ്പൽ സാധാരണ മോട്ടിവേറ്റ് ചെയ്യുന്ന സ്പീച്ച് ആയിരിക്കുമല്ലോ പറയുന്നത്, അപ്പോൾ അങ്ങനെയുള്ള വേർഡായിരിക്കണം അവിടെ വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, എൻകറേജിങ് ആണ്. സെൽഫ് പ്രൈസിങ് ഒന്നുമല്ല അവിടെ വരേണ്ടത്, കാരണം അവിടെ സെൽഫ് പ്രൈസ് അല്ലല്ലോ, കുട്ടികളെ എൻകറേജ് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ സ്പീച്ച് പറയുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ, ആൻഡ് ബ്ലെസ്ഡ് us ഫോർ ദ ഫ്യൂച്ചർ ഡാഷ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇനി നമ്മൾ നടത്താൻ പോകുന്ന എഫേർട്സിന് അങ്ങനെയാണ് അവിടെ മീനിങ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ അവിടെ വരേണ്ടത് ഓപ്ഷൻ എ ആണ്, എൻഡിവേഴ്സ് എന്നുള്ളതാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഭാവിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എഫേർട്ട്, അതല്ലാണ്ട് ബാക്കിയൊന്നും അവിടെ ആപ്റ്റായിട്ടുള്ളതല്ല. നെക്സ്റ്റ് വൺ, ഓൺ ബിഹാഫ് ഓഫ് അവർ ഗ്രാജുവേറ്റിംഗ് ക്ലാസ് അവർ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് എക്സ്റ്റെൻഡഡ് എ വോട്ട് ഓഫ് താങ്ക്സ് ടു ഷോ ഡാഷ് ടു ഓൾ ദ സ്റ്റാഫ് മെമ്പേഴ്സ്. അപ്പോൾ അവിടെ നമ്മളുടെ നന്ദി എന്നുള്ളതല്ലേ വരേണ്ടത്, അതുകൊണ്ട് നമ്മുടെ അവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, ഗ്രാറ്റിറ്റ്യൂഡാണ് വരേണ്ടത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഷിഫ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.